കേരളത്തിന്റെ രാഷ്ട്രീയ ധനകാര്യ ചരിത്രത്തിൽ അപൂർവമായൊരു കാവ്യനീതിക്ക് നാളെ നിയമസഭ സാക്ഷ്യം വഹിക്കും. അടിച്ചമർത്തലുകൾക്കും പാർശ്വവൽക്കരണങ്ങൾക്കും കാലം കരുതിവെച്ച അതിശക്തമായ മധുരപ്രതികാരവുമായി സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ തന്റെ കന്നി ബജറ്റ് സഭയിൽ അവതരിപ്പിക്കും. വെറുമൊരു ഭരണാധികാരിയായല്ല, മറിച്ച് തനിക്ക് നേരെ ഉയർന്ന രാഷ്ട്രീയ വെല്ലുവിളികളെയും തഴയലുകളെയും ജനപിന്തുണയുടെ കരുത്തിൽ മറികടന്ന് ധനവകുപ്പിന്റെ ചെങ്കോലും കൈകളിലേന്തിയാണ് വി.ഡി. സതീശൻ നാളെ ജനങ്ങളിലേക്ക് ബജറ്റുമായി എത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭരണപരാജയങ്ങളിൽ വലഞ്ഞ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന കടുത്ത ജനക്ഷേമ നയങ്ങളും കരുതലും വികസന പ്രതീക്ഷകളും നിറഞ്ഞൊരു മാതൃകാ ധനനയരേഖയാണ് സതീശന്റെ അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് സൂചന. കൃത്യം 15 വർഷം മുൻപുള്ളൊരു രാഷ്ട്രീയ ഫ്ലാഷ് ബാക്കിലേക്ക് കണ്ണോടിച്ചാൽ മാത്രമേ നാളത്തെ ബജറ്റ് അവതരണത്തിന്റെ ഗരിമ മനസ്സിലാകൂ. 2011 UDF സർക്കാരിന്റെ കാലത്ത് കേരളം മുഴുവൻ ധനമന്ത്രി സ്ഥാനത്തേക്ക് ഉറപ്പിച്ച് പ്രതീക്ഷിച്ചിരുന്ന ഒരേയൊരു പേര് വി.ഡി. സതീശന്റെയായിരുന്നു. 2006-2011 കാലത്തെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ ലോട്ടറി അഴിമതി അടക്കമുള്ള ജനവിരുദ്ധ നയങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സിംഹഗർജനത്തോടെ തുറന്നുകാട്ടിയത് വി.ഡി. സതീശനായിരുന്നു. ലോട്ടറി മാഫിയക്കെതിരെയും അഴിമതികൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിലാണ് അന്ന് UDF അധികാരത്തിൽ തിരിച്ചെത്തിയത്. എന്നാൽ അന്ന് മുന്നണിയിലെയും പാർട്ടിയിലെയും ചില സങ്കീർണമായ സാമുദായിക രാഷ്ട്രീയ സമവാക്യങ്ങൾക്കിടയിൽ സതീശന് മന്ത്രിസഭയിൽ ഇടം പോലും നൽകാതെ ചിലർ വെട്ടിനിരത്തി. എന്നാൽ കാലം അത്രമേൽ മനോഹരമായ ഒരു തിരിച്ചുവരവാണ് സതീശനായി കാത്തുവെച്ചത്. 2021 കനത്ത തോൽവിയോടെ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ പാർട്ടി അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി ചുമതലപ്പെടുത്തി. ഈ ഒരു തീരുമാനം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാഗധേയം തന്നെ മാറ്റിമറിച്ചു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ നയിച്ച സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 102 സീറ്റുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തോടെയുള്ള ഭരണ തുടർച്ചയാണ് സമ്മാനിച്ചത്. അന്ന് ധനമന്ത്രി സ്ഥാനത്ത് നിന്നും തഴയപ്പെട്ട സതീശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിലിരുന്ന് ധനവകുപ്പും സ്വന്തം കൈകളിൽ നിലനിർത്തി നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ചരിത്രത്തിന്റെ നീതിയാവുകയാണ്. രണ്ടാം അച്യുതമേനോൻ മന്ത്രിസഭയിൽ പറവൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് അംഗവും ധനകാര്യ നിയമവകുപ്പ് മന്ത്രിയുമായിരുന്ന KT ജോർജിന് ശേഷം വീണ്ടും ഒരു പറവൂരുകാരൻ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന പ്രാദേശികമായ പ്രത്യേകതയും ഇത്തവണയുണ്ട്. 1972 ഫെബ്രുവരി 25-നാണ് KT ജോർജ് തന്റെ കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. കൃത്യം 54 വർഷങ്ങൾക്ക് ശേഷമാണ് പറവൂരിൽ നിന്നുള്ള നിയമസഭാംഗമായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നാളെ തന്റെ ആദ്യ ധനനയരേഖ സഭയിൽ അവതരിപ്പിക്കുന്നത്. ഇതോടെ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി എന്ന അപൂർവ ബഹുമതിയും വി.ഡി. സതീശന് സ്വന്തമാകും. ഇതിനു മുൻപ് R. ശങ്കർ 1963-64 ഘട്ടത്തിൽ, ഉമ്മൻചാണ്ടി 2016-2017 സാമ്പത്തിക വർഷത്തിൽ എന്നീ 2 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ മാത്രമാണ് മുഖ്യമന്ത്രി പദവിയിലിരുന്ന് സഭയിൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്നാം EMS മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ സംസ്ഥാനത്തിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് 1957 ജൂൺ 7-നായിരുന്നു. കൃത്യം 69 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജൂൺ മാസത്തിൽ സംസ്ഥാനത്തിന്റെ 79ാമത്തെ ബജറ്റാണ് വി.ഡി. സതീശൻ നാളെ അവതരിപ്പിക്കുന്നത്. പ്രതികാര ബുദ്ധിയോടെയല്ല, മറിച്ച് ജനങ്ങളോടുള്ള കരുതലോടെ നാളത്തെ ബജറ്റിൽ സതീശൻ കേരളത്തിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. എന്തായാലും നാളെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.